ഓപ്പറേഷൻ തൂഫാനൊപ്പം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ അഴിമതി മുക്തമാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് പുതിയ പദ്ധതിയുമായി രംഗത്തെത്തുകയാണ്. പ്രോജക്റ്റ് സീറോ. ആ പദ്ധതി ഇന്ന് തുടക്കമാകും. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ ഓപ്പറേഷൻ തൂഫാൻ എത്രത്തോളം അത് വിജയം കണ്ടു, എങ്ങനെയാണ് വിലയിരുത്തൽ? ഓപ്പറേഷൻ തൂഫാൻ്റെ 100% വിജയമാണ്. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ വേര് അറുത്തുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ്. അത് ജനങ്ങളുടെ പിന്തുണയോടെയാണ്. ഇന്നിപ്പോൾ ഈ പദ്ധതി പോലീസിൻ്റെ പദ്ധതിയല്ല, ജനങ്ങളുടെ പദ്ധതിയാണ്. എവിടെ ചെന്നാലും ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കൂട്ടമായിട്ടാണ് ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നത്. കേരളം മുഴുവൻ ഇതിൻ്റെ അലയടികളാണ്. എല്ലാ സ്ഥലങ്ങളും, ക്ലബ്ബുകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, PTA, റെസിഡൻസ് അസോസിയേഷൻ, സ്കൂളുകൾ, കോളേജുകൾ, അത് മതസംഘടനകൾ, മതേതര പ്രസ്ഥാനങ്ങൾ, എല്ലാവരും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ആരംഭിച്ച ഈ പദ്ധതിക്ക് ഇത്രയും വലിയ ജനപിന്തുണ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അത് സൂചിപ്പിക്കുന്നത് ലഹരി മാഫിയയുടെ സ്വാധീനം കേരളത്തിൽ എത്ര വലുതാണ് എന്നുള്ളതാണ്. നമ്മളിത് ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് നശിക്കുമായിരുന്നു, നമ്മുടെ തലമുറ തകർന്നു പോകുമായിരുന്നു. ഇന്നെനിക്ക് സന്തോഷമുണ്ട്, ഈ പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ നമുക്ക് കൊടുക്കാൻ സമയമില്ല എന്നുള്ളതാണ് പരിപാടി. എല്ലായിടത്തും പരിപാടികളുടെ ബാഹുല്യം. ഇപ്പോൾ എല്ലാ മന്ത്രിമാരും MLA മാരും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും, പിന്നെ പൊതുപ്രവർത്തകർ, അല്ലാതെ കവികൾ, സാഹിത്യകാരന്മാർ, ഇന്നലത്തെ പരിപാടിയിൽ അംബികാസുധൻ മങ്ങാട്, KKN കുറുപ്പ് ഉൾപ്പെടെയുള്ള ധാരാളം സാംസ്കാരിക നായകന്മാർ ഇന്നലെ കാസർഗോഡ് പങ്കെടുത്തിരുന്നു. ഇന്ന് രണ്ടാം പെരുമ്പാവൂരാണ് പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലം, ബായിമാർ ഏറ്റവും കൂടുതൽ സ്ഥലം. ഇന്ന് ബായിമാരുടെ വലിയ കൂട്ടമുണ്ടായിരുന്നു അവിടെ. അപ്പോൾ വലിയ തോതിലുള്ള ജനങ്ങളുടെ പിന്തുണ ഈ പരിപാടിക്ക് ലഭിക്കുന്നു. 100% വിജയമാണ്. പോലീസും വളരെ ആത്മാർത്ഥമായി ഒരു പരാതിക്ക് ഇട കൊടുക്കാതെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമാനമായ ജനപിന്തുണയും അങ്ങനെ ഒരു വിജയം കാണാൻ ഈ പ്രോജക്റ്റ് സീറോ വഴി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്നത് ഭരണരംഗത്തെ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അത് തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു കാലമാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഈ ഭരണ സംവിധാനങ്ങളോട് തന്നെ അവർക്ക് അമർഷമുണ്ട്. കാരണം എന്തെങ്കിലും കാര്യത്തിന് എന്നാൽ നടക്കത്തില്ല, ഇനോർഡിനേറ്റായിട്ടുള്ള ഡിലേ ഉണ്ടാകുന്നു. അനാവശ്യമായ കാലതാമസം തന്നെ ഒരു അഴിമതിയാണ്. അനാവശ്യമായി എല്ലാ കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോവുക. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ തന്നെ 2-3 ദിവസം എടുപ്പിക്കുക, അതിൽ നിന്ന് പണം മാറ്റുക, അതോടൊപ്പം തന്നെ ഏതെങ്കിലും സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഉണ്ടാകുന്ന കാലവിളംബം മൂലം പണം തട്ടുക. ഇങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന അഴിമതികൾ തടയാനാണ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ള പ്രവർത്തനമായിരിക്കും ഓപ്പറേഷൻ സീറോ എന്ന നിലയിൽ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം സിവിൽ സർവീസിനെ പൂർണ്ണമായും കാര്യക്ഷമമാക്കാനും അഴിമതിരഹിതമാക്കാനുമുള്ളൊരു പദ്ധതിയാണ് നോ ടു കറപ്ഷൻ, സീറോ ടോളറൻസ് ഓൺ കറപ്ഷൻ. ഈ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത്. ഞാൻ ആഭ്യന്തരമന്ത്രിയായ ശേഷമാണ് 40 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചു, പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നു. വിജിലൻസിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗസ്ഥന്മാരെ ഇനി എടുക്കുന്നത്, അല്ലാണ്ട് ഒരു ഡംപിങ് ഗ്രൗണ്ടല്ല. ആർക്കും വിജിലൻസിൽ പോകാം എന്ന നില മാറുന്നു. ആപ്റ്റിറ്റ്യൂഡുള്ള, താല്പര്യമുള്ള ആളുകൾ, അന്വേഷണത്തിൽ വൈദഗ്ധ്യമുള്ളവർ, അങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തിയാണ് ഇതിലേക്ക് ടെസ്റ്റിലൂടെ കണ്ടെത്തിയാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സമൂലമായൊരു മാറ്റം ഈ വിജിലൻസ് സംവിധാനത്തിൽ തന്നെ ഉണ്ടാക്കുക. ഇത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആണ്. അപ്പോൾ അത് നമ്മുടെ ചുമതലയാണ് നമ്മൾ നിറവേറ്റുന്നത്. ഇന്ന് ജനാധിപത്യ സംവിധാനത്തോട് ജനങ്ങൾക്കുണ്ടാകുന്ന അമർഷം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കുണ്ടാകുന്ന രോഷം, അതെല്ലാം ഈ അഴിമതി കൊടികുത്തി വാഴുന്നത് കൊണ്ടാണ്. അത് തടയേണ്ടതാണ് ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സീറോ നടപ്പാക്കാൻ തീരുമാനിച്ചത്. അങ്ങേ ആഭ്യന്തരമന്ത്രി ആദ്യഘട്ടത്തിലാണ് ഓപ്പറേഷൻ കുബേര വന്നത്, വലിയ വിജയം ജനങ്ങൾ ഏറ്റെടുത്തു. സമാനമായി ഓപ്പറേഷൻ തൂഫാൻ വരുന്നു. ഇപ്പോൾ പ്രോജക്റ്റ് സീറോ, അത് വിജിലൻസ് വിസിൽ എന്നൊരു പേരാണ്. ഈ വ്യത്യസ്തമായ പേരുകൾ വരുന്നു. ഈ വിജിലൻസ് വിസിൽ എന്ന പേരൊക്കെ എങ്ങനെയാണോ? വിസിൽ ബ്ലോവേഴ്സ് എന്ന ഒരു വാക്കുണ്ടല്ലോ. ഈ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് വിസിൽ ബ്ലോവേഴ്സ്. അപ്പോൾ നമ്മുടെ വിസിൽ എന്ന് പറയുന്നത് തന്നെ ശബ്ദമാണ് അല്ലേ,
ശബ്ദമല്ലേ പോലെ. രസകരമായൊരു സംഭവം ഉണ്ടായത്, ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പം വിജയ് എന്നോട് പറഞ്ഞ് എൻ്റെ അടയാളം വിസിലാണെന്ന്. അദ്ദേഹത്തിൻ്റെ അടയാളം വിസിലാണ്. അദ്ദേഹം പോകുന്ന എല്ലാ യോഗത്തിലും വിസിലടിക്കുക, എല്ലാവരും കൂടെ വിസിലടിക്കുകയാണ്. അപ്പം അതൊരു പുതുമയായി എനിക്ക് തോന്നി. അപ്പം ഇത് വിസിൽ കൊള്ളാമല്ലോ, വിസിൽ ബ്ലോവർ എന്നിൽ നിന്നാണ് വിസിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അഴിമതിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടും, ജനങ്ങൾക്ക് സിവിൽ സർവീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഇപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം മുഴുവൻ നല്ല വിജിലൻസിൻ്റെ റെയ്ഡ് നടക്കുകയുണ്ടായി. ഒരു DYSPയെ തന്നെ സസ്പെൻഡ് ചെയ്തു ചേർത്തല. നേരത്തെ തൊടുപുഴയിൽ ഒരു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ കേരളം മുഴുവൻ ഈ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ വ്യാപകമായ അഴിമതിയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ട് അതിനെ തടയാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജിയുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ ലഭിച്ചു. നന്നായി നടക്കുന്നുണ്ട്. അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായ നിവിൻ പോളിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമുണ്ടല്ലോ, ആക്ഷൻ ഹീറോ ബിജു. അത് നല്ല കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കഥാപാത്രമാണ്, തിന്മയെ എതിർക്കുന്ന കഥാപാത്രം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ ഇന്ന് ബ്രാൻഡ് അംബാസഡറാക്കാൻ തീരുമാനിച്ചത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, ശ്രീ മനോജ് അബ്രഹാം സംസാരിച്ചു. അവസാനം അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹമാണ് നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാന വ്യക്തി. ഈ പൊതുവെ വിജിലൻസിന് ഇത്തരം അഴിമതിയുടെ വിവരങ്ങൾ കൈമാറുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കൈമാറുന്ന വ്യക്തികൾ അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് പോകുമോ എന്ന ആശങ്കയൊക്കെ പലപ്പോഴും ഉണ്ടാകും. ഈ തവണ ഈ പ്രോജക്റ്റ് സീറോ വഴി കൂടുതൽ സുരക്ഷിതമായിരിക്കുമോ വിവരം കൈമാറുന്നവർ? നിങ്ങൾ ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി, ആ വിജിലൻസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പറഞ്ഞതാരാണ്, ആരുടെ ഫോണാണ് എന്നുള്ള പുറത്ത് പറയുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ ഒരു ഫോൺ കോളിൽ ഈ അഴിമതിക്കാരെ കണ്ടെത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, തൂഫാൻ്റെ ഭാഗമായി പരിശോധന ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. വലിയ രീതിയിൽ ആളുകൾ പിടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ 3 അധ്യാപികമാരാണ് മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. ഈ അധ്യാപികമാരൊക്കെ ഇത്തരം മയക്കുമരുന്ന് വിൽപ്പനയിൽ കിടക്കുന്ന ആശങ്കപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും ഞാൻ ഞെട്ടിപ്പോയി. അധ്യാപികമാർ ഇതിൻ്റെ കണ്ണികളായി മാറുന്നു എന്നുള്ളത് എന്നെ വേദനിപ്പിച്ച സംഭവമാണ്, ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഇന്ന് കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫായി സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലായത്. ഇത് വൻ റാക്കറ്റാണ്. ഇതിന് പിന്നെ വലിയ ശക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷങ്ങളാണ് ഇതിനൂടെ കൈമറിഞ്ഞത്. ഈ സ്വത്തുക്കൾ പെട്ടെന്ന് ആളുകൾ പണക്കാരാവുമല്ലേ, പെട്ടെന്ന് ആളുകൾ വലിയ വലിയ പണക്കാരാവുകയും പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുകയും ഹോം അപ്ലയൻസസ് വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സംശയിക്കത്തില്ലേ. അപ്പോൾ ഓപ്പറേഷൻ തുഫാൻ ശക്തമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. 3 അധ്യാപികമാരെ കണ്ടെത്തി. അതിൽ ഒരാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു, മറ്റ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ആളുകളെ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. നാളെ കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫിനോട് ഞാൻ പറഞ്ഞ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു.